ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ 4ാമത്തെ പാഠം അന മഷൂലുൻ ജിദ്ദ. ഈ പാഠം അറബിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഒരു സംഭാഷണമായാണ് ഈ പാഠം ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. 2 പേർ മുബാറക്കും ഹസനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുബാറക്: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹസൻ: മയ്യ. മുബാറക്ക് ചോദിക്കുകയാണ്, സലാം പറഞ്ഞിട്ട്, നീ ഹസനാണോ? ഹസൻ: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഅം. സലാം അടക്കുന്നു. അതിനുശേഷം നഅം, അതെ. ഹസൻ മഅക. ഞാൻ ഹസനാണ്. കൈഫ ഹാലുക. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മുബാറക്: ബി ഖൈർ അൽഹംദുലില്ലാ. ഉരീദു മക്കാബലത്തക്ക അതാ. മുബാറക് പറയാണ്, നല്ലത്. നാളെ നിന്നെ ഞാൻ നേരിൽ കാണാൻ ഉദ്ദേശിക്കുന്നു. ഹസൻ: അഫ്വൻ, ക്ഷമിക്കണം. അന മഷൂലുൻ ഹാദൽ ഉസ്ബൂ. ഈ ആഴ്ചകളിൽ എനിക്ക് തിരക്കാണ്. അദ്ഹബു ഇലൽ മക്തബി യൗമൽ അഹദി വൽ ഇസ്നൈനി വസലാസായി വൽ അർബിയായി വൽ ഖമീസ്. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഞാൻ ഓഫീസിൽ പോകും. മുബാറക്: മാതാ തഫലു യൗമൽ ജുമുഅ. വെള്ളിയാഴ്ച നീ എന്തു ചെയ്യുന്നു? ഹുവ യൗമുൽ ഉത്ല. അതൊരു ഒഴിവു ദിവസമാണ്. ലി സ്വലാത്തിൽ ജുമുഅത്തി വൽ ഇസ്തിറാഹത്തി മൽ ആയില. ജുമുഅ നിസ്കാരത്തിനും കുടുംബത്തോടൊത്ത് വിശ്രമിക്കാനുമാണ് ആ ദിവസം ഉപയോഗിക്കുന്നത്. മുബാറക്: മാ അമലുക യൗമ സബ്തി. ശനിയാഴ്ച എന്താണ് നിനക്ക് ജോലി? ഹസൻ: അദ്ഹബു ഇല സൂക്കി വ അഷ്തരി ലവാസിമൽ ബൈത്ത്. വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ വാങ്ങും. അദ്ഹബു ഇല സൂക്കി. ഞാൻ മാർക്കറ്റിൽ പോകും, അത്യാവശ്യ വസ്തുക്കൾ വാങ്ങും. വ അസൂറുൽ അസ്ദിഖ. സുഹൃത്തുക്കളെ സന്ദർശിക്കാനും ഉപയോഗിക്കും. മുബാറക്: അൻത മഷൂലുൻ ജിദ്ദ. നീ വളരെ തിരക്കിലാണല്ലോ. ഹസൻ: നഅം, അതെ. ഇൻഷാ അല്ലാഹ് നതഖാബലു മസാഅ യൗമുൽ അഹദ്. ഞായറാഴ്ച വൈകുന്നേരം നമുക്ക് നേരിൽ കാണാം. മുബാറക്: ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹസൻ: അഫ്വൻ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുബാറക്ക് പറയാണ്, ശുക്രൻ, നന്ദി പറഞ്ഞിട്ട് സലാം പറയുന്നു. ഹസൻ സലാം മടക്കുന്നു. ശരി. അഫ്വൻ, ശരി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം മടക്കുന്നു. കുട്ടികളെ, ഈ അറബിയുടെ മീനിങ് ഞാൻ മലയാളത്തിൽ എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാത്തവർ അത് നോക്കി എഴുതിയെടുക്കാം. ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നമുക്ക് നോക്കാം. 1. നെക്റഉ വ നഫ്ഹം. വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. മുക്കാബലത്ത്, അഭിമുഖം. അൽ യൗമു, ഇന്ന്. അംസി, ഇന്നലെ. ആയിലത്ത്, കുടുംബം. ഇഷ്തറ, വാങ്ങി. സ്വബാഹ്, രാവിലെ. നതഖാബലു, നമുക്ക് കാണാം. ഇസ്തിറാഹത്ത്, വിശ്രമം. ലവാസിം, അത്യാവശ്യ വസ്തുക്കൾ. അന, ഞാൻ. അദൻ, നാളെ. മഷൂൽ, ബിസി, തിരക്ക്. ഉത്ലത്ത്, അവധി. മാ, കൂടെ. സാറ, സന്ദർശിച്ചു. ജിദ്ദൻ, വളരെ. തഫ്അലു, ചെയ്യുക. അസൂറു, ഞാൻ സന്ദർശിക്കുന്നു. അൻത, നീ.
അൽ ഉസ്ബു ഈ ആഴ്ച, മക്തബ് ഓഫീസ്, യൗം ദിവസം, സൂഖ് അങ്ങാടി, സ്വദീഖ് സുഹൃത്ത്, ശുക്രൻ താങ്ക്സ്, അമൽ ജോലി. ഇത് നിങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. 2. നക്തുബ് കമാ ഫിൽ മിസാൽ. 1. സ്വദീഖ് സുഹൃത്ത്, അതിൻ്റെ ജമ അസ്ദിഖാ സുഹൃത്തുക്കൾ. വാലിദ് പിതാവ്, വാലിദൂന പിതാക്കൾ. ലാസിം അത്യാവശ്യ വസ്തു, ലവാസിം അത്യാവശ്യ വസ്തുക്കൾ. യൗം ദിവസം, ജമ അയ്യാം ദിവസങ്ങൾ. 2. സ്വബാഹ് രാവിലെ, ഓപ്പോസിറ്റ് മസാ വൈകുന്നേരം. അദൻ നാളെ, ഓപ്പോസിറ്റ് അംസി ഇന്നലെ. ദഹബ് പോയി, ഓപ്പോസിറ്റ് ജാ വന്നു. അടുത്തത് നോക്കാം. 3. അതിലൊന്നാമത്തെ യൗമുൽ അഹദ് ഞായർ. ഇനി തിങ്കളിന് യൗമുൽ ഇസ്നൈൻ തിങ്കൾ, യൗമുൽ സലാസ ചൊവ്വ, യൗമുൽ അർബിയ ബുധൻ, യൗമുൽ ഖമീസ് വ്യാഴം, യൗമുൽ ജുമുഅ വെള്ളി, യൗമുൽ സബ്തി ശനി. അത് നമ്മുടെ പാഠത്തിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ശനി, ഞായർ, തിങ്കൾ അങ്ങനെയുള്ള ദിവസത്തിൻ്റെ പേരാണ്. അടുത്തത് സാറ സന്ദർശിച്ചു, അസൂറു ഞാൻ സന്ദർശിക്കും, ദഹബ പോയി, അദ്ഹബു ഞാൻ പോകും, ഇഷ്തറ വാങ്ങി, അഷ്തരി ഞാൻ വാങ്ങും. അടുത്തത് നുജിബ് ഉത്തരം എഴുതുക. ഐന യദ്ഹബു ഹസനുൻ യൗമൽ ഇസ്നൈനി. അതിൻ്റെ അർത്ഥം ഉത്തരം എഴുതാനുള്ളതാണ്. എവിടെയാണ് ഹസൻ തിങ്കളാഴ്ച പോകുന്നത്? അതിൻ്റെ ആൻസർ യദ്ഹബു ഇലൽ മക്തബ്, അവൻ ഓഫീസിലേക്ക് പോകും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മാദാ യഫ്അലു ഹസനുൻ യൗമൽ ജുമുഅ. വെള്ളിയാഴ്ച ഹസൻ എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ ലി സ്വലാത്തിൽ ജുമുഅത്തി വൽ ഇസ്തിറാഹത്തി മാൽ ആയിലത്തി. ജുമുഅ നിസ്കാരത്തിനും കുടുംബത്തോടൊപ്പം വിശ്രമിക്കാനും വെള്ളിയാഴ്ച ദിവസം ഉപയോഗിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മാദാ യുരീദു മുബാറക്. എന്താണ് മുബാറക് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ആൻസർ യുരീദു മുഖാബലത്തൽ ഹസന അദാ. നാളെ ഹസനെ നേരിൽ കാണാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. ഈ പാഠം എൻ്റെ പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്കും എത്തിച്ചു കൊടുക്കണേ. കരളിൻ്റെ കരളായ ത്വാഹ റസൂലോടൻ കഥനങ്ങൾ ചൊല്ലിടാം. കരയുന്ന ഖൽബിൻ്റെ വ്യത ചൊല്ലി, കണ്ണീരിൻ കഥ ചൊല്ലി, കനിവിനായി തേടിടാം. വാഹല്ലിൽ മൗലിദി ഖുർറത്തുൽ ഐനൈനി അഷ്റഫി ഖൽഖില്ലാ അഹ്മദ് ത്വാഹ റസൂലുള്ളാഹ്.